നമ്മുടെ നിത്യജീവിതത്തിൽ നാം ദൈവത്തോട് ധാരാളം ആവശ്യങ്ങൾ അറിയിക്കാറുണ്ട്. ആവശ്യങ്ങളുടെ ഒരു വലിയ പട്ടികയുമായി നാം ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും ചെല്ലുന്നു. എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്കുള്ളത്? ചെറിയ ചെറിയ ആവശ്യങ്ങൾ മുതൽ വളരെ വലിയ ആവശ്യങ്ങൾ വരെ, ഉടനടി സാധിക്കേണ്ടുന്നതായ ആവശ്യങ്ങൾ, ദീർഘകാല അടിസ്ഥാനത്തിൽ സാധിക്കേണ്ടുന്നതായ ആവശ്യങ്ങൾ, ദീർഘനാളുകൾക്ക് ശേഷമുള്ളതായ ആവശ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ആവശ്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും നാം ആവശ്യപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവദാസനായ മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടു. അതെന്താണ് എന്നുള്ളത് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവദാസനായ മോശ ദൈവത്തോട് ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. 33-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നുള്ളതാണ്. രണ്ടാമത്തേത് അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ മോശ ദൈവത്തോട് വളരെ അപേക്ഷിച്ചതായ കാര്യങ്ങളാണ്. നമുക്കറിയാം, മോശ ദൈവത്തോട് ഒരു സ്നേഹിതനോട് എന്ന പോലെ മുഖാമുഖം സംസാരിച്ച വ്യക്തിയാണ്. ഇതേ അധ്യായത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 33-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സുഹൃത്തിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ദൈവം മോശയോട് സംസാരിച്ചു. ഒരു സുഹൃത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെ. അങ്ങനെ സംസാരിക്കുവാൻ സാധിക്കുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തോട് അടുത്ത് ചെന്ന് ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ സാധിക്കുന്നത് എത്രയോ വലിയ ഒരു അനുഗ്രഹമാണ്. നാം നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസേന എത്രയോ ആളുകളോട് സംസാരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, നമുക്ക് വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മുടെ സ്നേഹിതരോട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നാം ആദ്യമായി കാണുന്നവരോടൊക്കെ നാം സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അടുത്ത് നിന്ന് നാം സംസാരിക്കാറുണ്ട്. അതേപോലെ കർത്താവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഒരു സ്നേഹിതനോട് എന്ന പോലെ അഭിമുഖമായി സംസാരിക്കുവാൻ മോശയ്ക്ക് സാധിച്ചു എന്നുള്ളത് മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. നാം വായിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ മോശ ചില ദിവസങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. 34-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു. അങ്ങനെ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കത്തക്ക നിലയിൽ ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുവാൻ മോശയ്ക്ക് സാധിച്ചു. അത്രമാത്രം ദൈവദാസനായ, ദൈവം സ്നേഹിച്ച, ദൈവം കരുതിയ ഒരു വ്യക്തിയായിരുന്നു മോശ. ആ മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, രണ്ട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ പോകേണ്ടുന്നതായ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അവിടുത്തെ വഴിയിലൂടെ ഞാൻ പോകട്ടെ. ആ പാത എനിക്ക് കാണിച്ചു തരണമേ. പിന്തിരിഞ്ഞ് നോക്കുമ്പോഴുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മോശ ദൈവത്തോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത്. മോശയ്ക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം. ദൈവത്തിന് നമ്മെ സംബന്ധിച്ച് വളരെ വ്യക്തമായ പദ്ധതികളുണ്ട്. നാം ഏതു വഴിയായി പോകണം എന്നും എന്താണ് ചെയ്യേണ്ടുന്നത് എന്നും വളരെ കൃത്യമായി ദൈവത്തിനറിയാം. നാം വായിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. അവിടുത്തെ വഴികൾ നമ്മുടെ വഴികളിലും അവിടുത്തെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ചിന്തകൾക്കനുസരണമായും നമ്മുടെ പരിമിതികൾക്കനുസരണമായും ചിന്തിക്കുന്നു.
ആ നിലയിൽ നമ്മുടെ വഴികളെ നാം രൂപപ്പെടുത്തിയെടുക്കുന്നു. എന്നാൽ ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിമിതികളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ മോശ വിലപിച്ചതായ സമയത്ത് ദൈവം പറഞ്ഞത്, നീ മുൻപോട്ട് പോക എന്ന്. ആ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച് അതിൻ്റെ നടുവിലുള്ള ഉണങ്ങിയ പാതയിലൂടെ അവരെ മുൻപോട്ട് നയിക്കുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് മോശയ്ക്കൊരു കാര്യം അറിയാം, ഞാൻ കാണുന്നതായ വഴികളല്ല ദൈവം എന്നെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമ്മുടെ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ നാം കാണുന്നതായ പാതകളുണ്ട്. ആ വഴികളിലൂടെ പോകുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല നമ്മെ സംബന്ധിച്ച് തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നത്. നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചും വ്യക്തമായ പാതകൾ ദൈവഹിതത്തിനനുസരണമായിട്ടുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ പാത എന്താണെന്നുള്ളത് അറിയിക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മോശ ആവശ്യപ്പെട്ടതുപോലെ നമുക്കും ദൈവത്തോട് ആവശ്യപ്പെടാം. കർത്താവേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഞാൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടുന്നത്, ഏത് പാതയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്, ആ പാത ഏതാണെന്നുള്ളത് കർത്താവേ ഇന്ന് രാവിലെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലും കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാണ്, എന്നാൽ അവിടുത്തെ ഹിതം എന്താണ് എന്നുള്ളത് എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് നാം അറിയിച്ചിട്ട് കർത്താവേ ഇന്ന കാര്യം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. അങ്ങനെ ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയുമായി നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. ഓരോ ആവശ്യങ്ങളും നാം ഇറക്കി വയ്ക്കുന്നു. എന്നാൽ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാണ്, എന്നാൽ അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളുടെ മുഖത്ത് അവിടുത്തെ ഹിതം എന്താണ്, അവിടുത്തെ വഴി എന്താണ് എന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നതായ പാതയിലൂടെ നാം സഞ്ചരിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും കൃത്യമായ വഴി, അതാണ് ഏറ്റവും കൃത്യമായ തീരുമാനം. അത് അത്ഭുതകരമായ വഴികളാണ്, നമ്മുടെ പരിമിതികൾക്കനുസരണമായിട്ടുള്ള വഴികളല്ല. അതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ഹിതമനുസരിച്ച് കാണിച്ചു തരുന്നതായ അനുഗ്രഹത്തിൻ്റെ പാതയാണ് എന്നുള്ളത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം മോശ ആവശ്യപ്പെടുന്നത്, കർത്താവേ, അവിടുത്തെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ളതാണ്. 18-ാം വാക്യത്തിൽ നാം അതാണ് വായിച്ചത്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, അവിടുത്തെ തേജസ് ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്നേഹിതനോടെന്ന പോലെ മുഖാമുഖം അവിടുന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ശബ്ദം ഞാൻ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ തേജസ് എനിക്കൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. നോക്കുക, അവിടെ താൻ പറയുന്നത്, കർത്താവെ, അവിടുത്തെ മനോഹരത്വം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അവിടുത്തെ തേജസ് ഒന്ന് കാണണം. എൻ്റെ വലിയ ആഗ്രഹം അതാണ്. ഇന്ന് രാവിലെ ഈ 2 നിലകളിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാമത്, കർത്താവെ, അവിടുത്തെ വഴി എന്നെ അറിയിക്കണമേ. രണ്ടാമത്, കർത്താവെ, അവിടുത്തെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. എങ്ങനെയാണ് കർത്താവിൻ്റെ തേജസ് മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത്? ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തിയിട്ട് അവൻ്റെ മുൻപാകെ കർത്താവ് നടകൊണ്ടപ്പോൾ അവൻ്റെ തേജസ്സിൻ്റെ പിൻഭാഗം മോശയുടെ മുൻപാകെ കാണുവാൻ ഇടയായി തീർന്നു. കാരണം ദൈവത്തിൻ്റെ മുഖത്ത് നേരിട്ട് നോക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അങ്ങനെ നോക്കിയ ഒരു വ്യക്തിക്കും ജീവനോടെ ഇരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടൊരു പാറയുടെ പിളർപ്പിൽ നിർത്തി അവനെ ദൈവ തേജസ് കാണിച്ചു കൊടുത്തു. ഇന്ന് രാവിലെ നാം ഒരു പാറയുടെ പിളർപ്പിൽ നിന്നുകൊണ്ട് വലിയവനായ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ നമുക്ക് സാധിക്കും. ഏതാണ് ആ പാറ? കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറയുടെ
പിളർപ്പിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് വലിയവനായ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ തേജസ് കാണുമ്പോൾ നാം വായിക്കുന്നത് ദാവീദ് രാജാവ് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആ പാറമേൽ നമ്മെ ഉയർത്തുന്നവനാണ് ദൈവം എന്നെഴുതിയിരിക്കുന്നു. നമ്മെ തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന, പാറമേൽ ഉയർത്തുന്ന വലിയവനായ ദൈവത്തെ ഇന്ന് രാവിലെ വിളിച്ചപേക്ഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മോശയുടെ ഈ 2 ആവശ്യങ്ങൾ ദൈവം സാധ്യമാക്കി കൊടുത്തു എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ അറിയിക്കുന്നതായ വസ്തുതയാണ്. അതുകൊണ്ട് മോശയ്ക്ക് തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു നിലയിലും പ്രയാസപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നാം ദൈവഹിതത്തിനനുസരണമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വഴി നമ്മെ അറിയിക്കുന്നവനാണ് ദൈവം. നമ്മുടെ മുൻപാകെയുള്ള ദുർഘടങ്ങളെ നീക്കിത്തരുന്നവനാണ് ദൈവം. നമ്മുടെ പാതകൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുമ്പോൾ അതിനെ സംബന്ധിച്ച് നാം പ്രയാസപ്പെടേണ്ടുന്ന ആവശ്യങ്ങളില്ല. ഒരുപക്ഷെ നമ്മെ ഭാരപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ നമ്മുടെ ഉറക്കം കെടുത്തിക്കളയുകയോ ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ മുൻപാകെ ഇന്ന് രാവിലെ സമർപ്പിക്കാം. കർത്താവെ, ഈ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഇന്ന് ഞാൻ പോകേണ്ടുന്നതായ പാത ഏതാണെന്നുള്ളത് അവിടുത്തെ ഹിതമനുസരിച്ച് എനിക്ക് കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ കർത്താവെ, അവിടുത്തെ മഹത്വം ഒന്ന് കാണുവാൻ, അവിടുത്തെ തേജസ് ഒന്ന് കാണുവാൻ എന്നെ ഇടയാക്കണമേ. പലപ്പോഴും കർത്താവെ, ഞാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം, ഞാൻ അവിടുത്തെ ശബ്ദം കേട്ടിട്ടുണ്ട്, എന്നാൽ എനിക്ക് അവിടുത്തെ തേജസ് കാണണമേ എന്ന് മോശ ആവശ്യപ്പെട്ടതുപോലെ കർത്താവെ, ഇന്ന് രാവിലെ അവിടുത്തെ തേജസ് ഒന്ന് കാണിച്ചു തരണമേ എന്ന് നമുക്ക് ആവശ്യപ്പെടാം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ പിതാവാം ദൈവത്തിൻ്റെ തേജസ് കണ്ടുകൊണ്ട് ദൈവത്തെ അടുത്ത് അറിയുവാൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ തൻ്റെ ഭക്തന്മാർക്ക് യഹോവയുടെ സഹിത്വം ഉണ്ടാകും എന്നെഴുതിയിരിക്കുന്നത് പോലെ ആ സഹിത്വം അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ തിരുസാന്നിധ്യം നമ്മോട് കൂടെ പോരട്ടെ. നാം പോകുന്നതായ വഴികളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ പോകുവാൻ അങ്ങനെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നാം സുരക്ഷിതരായി അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ വലിയൊരു പട്ടികയായി അവിടുത്തെ മുൻപാകെ അറിയിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ കർത്താവെ, അവിടുത്തെ വഴി ഞങ്ങളെ അറിയിക്കണമേ. ഞങ്ങൾ പോകേണ്ടുന്നതായ പാത ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളുടെയും മുഖത്ത് ഏതാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ളത് ഞങ്ങളെ അവിടുന്ന് അറിയിക്കണമേ. കർത്താവെ, അവിടുത്തെ ഹിതത്തിനനുസരണമായി പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുത്തെ വഴികളെ ഉപേക്ഷിച്ച് മറ്റു വഴികളിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ അവിടുത്തെ തേജസ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അവിടുത്തെ പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം. അവിടുത്തെ തേജസ് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.